നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ 3 തവണ ഒരു വിഷയം തന്നെ ചോദിക്കുമായിരുന്നു, ആവർത്തിച്ച് ചോദിക്കുമായിരുന്നു. വൈദാ സഅല സലാം, ഒരു വിഷയം അല്ലാഹുവോട് ചോദിക്കുമ്പോൾ 3 തവണ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങളൊക്കെ ദുആ ചെയ്യുന്ന അവസരത്തിൽ അതിൽ കൂടുതൽ ശ്രദ്ധയോന്നി അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ്. അല്ലാഹുവിന് ചോദിക്കുന്നവരെയാണ് ഇഷ്ടം. നമുക്കൊക്കെ ചോദിക്കുന്നവരെ വെറുപ്പാണ്. എന്തെങ്കിലുമൊക്കെ തരുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമെന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ മടിയാണ്, നമുക്ക് വെറുപ്പൊക്കെയാണ്. അതൊക്കെ മാറ്റണം. അല്ലാഹുവിന്റെ സ്വഭാവങ്ങളാണ് നമ്മളും ഉൾക്കൊള്ളേണ്ടതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് അയാളെ യാത്ര അയക്കാൻ നമുക്ക് കഴിയും. അല്ലാഹുവിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. തന്റെ അടിമ തന്നോട് ചോദിക്കുന്ന ആ ശബ്ദം അത് അല്ലാഹു കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിലുണ്ട്, ഇന്ന അല്ലാഹു തആല യുഹിബ്ബുൽ മുലിഹീന ഫി ദുആ. ദുആയിൽ വീണ്ടും വീണ്ടും ഒരേ വിഷയം തന്നെ ആവർത്തിച്ച് അല്ലാഹുവോട് തരണേ തരണേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരെ അല്ലാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരേ വിഷയം തന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിലും വീണ്ടും വീണ്ടും ചോദിക്കുക എന്നത് അത് ചോദ്യത്തിന്റെ അദബാണ്, ദുആഇന്റെ അദബാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കാനുള്ള സമയമാണ് ഇപ്പോൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വർഷമാണ് ഒരു കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്തത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മകനെ കൊടുത്തതും ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ അവസാന നാളിലാണ് കൊടുത്തത്. ഖലീലുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം, ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെ കൊടുത്തു. അപ്പോ ഒരുപാട് ചോദിക്കുക എന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ആ ചോദ്യം അത് ആവർത്തിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമായിരുന്നു. മുവല്ലിഫുൽ ഇജ്ലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയും, ലഖദ് സഅൽതുല്ലാഹ ഹജത്തൻ, ഞാൻ ഒരു ആവശ്യം അല്ലാഹുവോട് നിരന്തരം ചോദിച്ചു. എത്ര വർഷം? മുൻദു 20 സന, 20 വർഷമായി ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 20 തവണ, 20 ആഴ്ചയല്ല, 20 വർഷം ഞാൻ ഒരു ആവശ്യം തന്നെ ചോദിച്ചു. ഫമാ ഉഅ്തിതുഹ, എനിക്കത് കിട്ടിയില്ല. വലാ അയസ്തു മിൻഹ, എന്നാ ഞാൻ ചോദ്യം നിർത്തിയോ? ഇല്ല, ഞാൻ വീണ്ടും അത് തന്നെ അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ്, അതാണ് മുഅ്മിനിന്റെ സ്വഭാവം ഉണ്ടാവേണ്ടത്. ചോദ്യത്തിൽ ദുആയിൽ ഒരിക്കലും ധൃതി കാണിക്കരുതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇസ്തജാബു ലിൽ അബ്ദി മാ ലം യദഉ ബിഇസ്മിൻ ഔ ഖതിഅത്തി റഹ്മിൻ, കുടുംബ ബന്ധം വിച്ഛേദിക്കുകയോ തിന്മയോ ചോദിക്കാത്ത കാലത്തോളം അല്ലാഹു ഒരു മുഅ്മിനിന് ദുആക്ക് ഇജാബത്ത് നൽകും. മാലം യസ്തഅജിൽ, അവൻ ധൃതി കാണിച്ചിട്ടില്ലെങ്കിൽ. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ മൽ ഇസ്തിജാൽ, എന്താണ് ധൃതി? എങ്ങനെ ഇപ്പോ ദുആയിൽ ധൃതി ഉണ്ടാവുക?